നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അമ്മേ, ഇതെന്താ സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമോ? ഹരേ മുരളി, ഇറങ്ങി വാടാ. ദേ വന്ന് നോക്ക്, ഈ വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ മുറ്റത്ത് വന്ന് ഇറങ്ങിയിരിക്കുന്നു. വാടാ, ഇറങ്ങി വേഗം വാ. ഏട്ടാ, സന്തോഷമായി ഞങ്ങൾക്ക്. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ എത്ര നാളെ ഞങ്ങൾ കൊതിക്കുന്നു അറിയോ? എന്തൊക്കെ സൂത്രപ്പണികളാ ചെയ്തെന്നറിയോ? അതെ അതെ, ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യാൻ ഇപ്പോഴെങ്കിലും രണ്ടുപേർക്കും തോന്നിയല്ലോ. വളരെ നല്ല കാര്യം. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളും പങ്കെടുക്കുമായിരുന്നു. സാരമില്ല ഹരി, ആ ശുഭകർമ്മം ആഘോഷമായി തന്നെ നമുക്കൊന്നുകൂടി നടത്തിക്കളയാം. എല്ലാവരും കൂടി ചേർന്ന് ആർഭാടമായി തന്നെ. 1-2 ദിവസം കഴിഞ്ഞോട്ടെ. വാ, വന്ന കളഞ്ഞൊന്നും നിക്കണ്ട, അകത്തേക്ക് കയറാം. വാ എല്ലാരും. നിക്ക്. എന്നാ ഒരു കാര്യം, ഒരു 100 തവണ അഞ്ജലി ഈ വീട്ടിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ പുതിയ റോള് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അതിന്റേതായ ചടങ്ങുകൾ നടത്തിയിട്ട് മതി അകത്തേക്ക് കയറലൊക്കെ. പുഷ്പൻ ചേട്ടൻ വന്നേ, നമുക്ക് ചെയ്യാൻ ചില പണികളുണ്ട് ഇവിടെ. അതെ, എല്ലാവരോടുമായിട്ട് എനിക്കൊന്ന് 2 കാര്യങ്ങൾ പറയാനുണ്ട്. പ്രസാദേട്ടാ, ഞാൻ പറയാം. ഈ വീട്ടിൽ അച്ഛന്റെ അസാന്നിധ്യത്തിൽ ഞാൻ എങ്ങനെയാണോ ഹരിക്കും മുരളിക്കും അച്ഛനാകുന്നത്, അതുപോലെ എന്റെ ഭാര്യയായ അഞ്ജലി ഇന്നു മുതൽ ആരതിക്കും ആരിക്കും അച്ചൂട്ടനും മാത്രമല്ല ഹരിക്കും മുരളിക്കും കൂടി അമ്മയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഓ, താങ്ക് യു പ്രസാദേട്ടാ. അപ്പോ ഈ വീട്ടിലെ പൗരജനങ്ങളൊക്കെ കേട്ടല്ലോ. ഇനി മുതൽ ഈ വീട്ടിലെ അമ്മയുടെ സ്ഥാനത്തുള്ള ഞാൻ പറയുന്നത് വേണം എല്ലാവരും അനുസരിക്കാൻ. അതിന് ഞങ്ങൾ പണ്ടേ റെഡിയല്ലേ. ഇന്നലത്തെ അഞ്ജലി ചേച്ചി ഇന്നിപ്പോ അഞ്ജലി ചേട്ടത്തിയായി. അതിന്റെ കൂടെ അമ്മ പട്ടം കൂടെ ചേർത്താ ഏട്ടത്തി അമ്മ. സൂപ്പർ. ശരി, എന്നല്ലേ മുരളി ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് നിന്നെ കാണട്ടെ ഞാൻ. ശരി ഏട്ടത്തമ്മേ. ആരതി, ഇനി നീ മുരളിയുടെ ഇടതുവശത്ത് വന്ന് നിൽക്കണം. ഒന്ന് പോ. അപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇന്നിവിടെ ഗൃഹപ്രവേശം നടത്തുന്ന നവദമ്പതികൾ അഞ്ജലിയും പ്രസാദേട്ടനും മാത്രമല്ല, മുരളിയും ആരതിയും കൂടിയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.